സീരീസ് 2 ഞാൻ പറയാൻ പോകുന്നത് ബെല്ലി സൈസ് ഫിറ്റ് ആക്കാൻ വേണ്ടി എക്സസൈസ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത, അതായത് നിങ്ങളുടെ എക്സസൈസ് സ്റ്റാർട്ടിംഗ് ടു എൻഡ് വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ശ്രദ്ധിച്ച് കാണാം. പ്രോപ്പർ ആയിട്ട് കോർ മസിൽസ് എൻഗേജ് ചെയ്യാതെ കോർ മസിൽസിനുള്ള എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സീറോ കോർ വാല്യൂ വർക്ക്ഔട്ട് എന്നാണ് അതിന് പറയാം. അതായത് ആ വർക്ക്ഔട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പെൽവിക് ടിൽറ്റ് എന്ന് പറയുന്ന എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചിരിക്കാം. പെൽവിക് ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് 3 റൂൾസ് ആണ് നിങ്ങൾ ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായ തുറന്ന് ശ്വാസം പുറത്തേക്ക് വിടുക. ഈ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് സ്റ്റാർട്ടിംഗ് ടു എൻഡ് വരെ ബ്രീത്ത് ഇൻ ത്രൂ യുവർ നോസ് ആൻഡ് ബ്രീത്ത് ഔട്ട് ത്രൂ യുവർ മൗത്ത്. ബ്രീത്ത് ഇൻ ചെയ്യുന്നത് ഒരു 4 കൗണ്ട് ബ്രീത്ത് ഇൻ ആണെങ്കിൽ, മൂക്കിലൂടെ നിങ്ങൾ 4 കൗണ്ട് ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 10 കൗണ്ട്സ് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ നോക്കുക. ഓരോരുത്തർക്കും അത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ 10 കൗണ്ട്സ് ബ്രീത്ത് ഔട്ട് ത്രൂ യുവർ മൗത്ത് പറയുമ്പോൾ രണ്ടാമത്തത്, ശ്വാസം എടുക്കുന്ന സമയത്തും വിടുന്ന സമയത്തും നിങ്ങളുടെ കോർ മസിൽസ് എൻഗേജ്ഡ് ആയിരിക്കണം. അതായത് നിങ്ങളുടെ നട്ടെല്ലിന്റെ ഏറ്റവും പെൽവിക് ഫ്ലോർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം അകത്തോട്ട് പുള്ളി ചെയ്യണം. അതിന്റെ കൂടെ ബെല്ലി ബട്ടൺ, അബ്ഡമൻ അകത്തോട്ട് പുള്ളി ചെയ്യണം. നട്ടെല്ലിന്റെ ഏറ്റവും അടിയിലുള്ള ഈ ഒരു ഭാഗവും ബെല്ലി ബട്ടണും ഉള്ളിലേക്ക് പുള്ളി ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫുൾ എൻഗേജ്ഡ് ആയിട്ടുള്ള, അതായത് ടൈറ്റ് ആയിട്ട് ബെൽറ്റ് ഇട്ടിരിക്കുന്ന ഒരു ഫീൽ കിട്ടും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ, നല്ല ടൈറ്റുള്ള ഒരു ജീൻസ് നിങ്ങൾ ഇട്ട് അതിന്റെ സിബ് ഇടുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഉള്ളിലേക്ക് നാവൽ വലിക്കാം, അതേപോലെ നട്ടലിന്റെ ഭാഗം മാത്തോട്ട് വലിക്കാം. അതേപോലെ ആയിരിക്കും കോർ എൻഗേജ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഫീൽ. ഇത് തന്നെ തീരെ മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കിടന്നിട്ടൊന്ന് ട്രൈ ചെയ്യാം. ഒരു ബുക്കോ അല്ലെങ്കിൽ പെന്നോ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും മനസ്സിലാക്കാൻ. ഇങ്ങനെ കാല് ബെൻഡ് ചെയ്ത് മലർന്ന് കിടന്ന് ഈ ബുക്ക് എടുത്തിട്ട് ബെല്ലിയിൽ വെക്കുക. ഒരാളോട് ജസ്റ്റ് ഒന്ന് അടുത്തുനിന്ന് വാച്ച് ചെയ്യാൻ പറയാം. നിങ്ങൾ കറക്റ്റ് ആയിട്ട് കോർ എൻഗേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബുക്ക് അവിടുന്ന് മൂവ് ആവില്ല. നാച്ചുറലി നമുക്ക് ഇവിടെയുള്ള ഈ ഒരു ഗ്യാപ്പിന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നട്ടലിന്റെ ഏറ്റവും അറ്റം, അതായത് പെൽവിക് ഫ്ലോർ എന്ന് പറഞ്ഞ ആ ഒരു മസിലിനെ നമ്മൾ അകത്തോട്ട് ഇങ്ങനെ പുള്ളിയും അതിൻ്റെ കൂടെ ബെല്ലി ബട്ടൺ അകത്തോട്ട് പുള്ളി. അത് രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലേക്ക് ഒരു പുള്ളാണ് വരുന്നത്. ആ സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഔട്ട് 1 2 3 4 5 6 7 8 9 10 വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ഹോൾഡ് ചെയ്യാം. അപ്പൊ കൂടെ നിൽക്കുന്ന ആള് ഈ ബുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ആവുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഞാനൊക്കെ ആദ്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചെയ്ത മിസ്റ്റേക്ക് ആയിരുന്നു. ട്രെയിനർ കോർ എൻഗേജ് ചെയ്യുന്ന പറയുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. പിന്നെ എന്റെ ട്രെയിനർ ഇങ്ങനെ ഒരു ബുക്ക് എടുത്ത ബെല്ലിയിൽ വെച്ചിട്ട് അതിന് വാച്ച് ചെയ്തു. കോർ ഫ്രീ ആവുമ്പോൾ ഇത് മൂവ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫ്രീ ആവാതെ കോർ ടൈറ്റ് ചെയ്ത് എൻഗേജ് ചെയ്തുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തത്, ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ റിബ് കേജ് എക്സ്പാൻഡ് ചെയ്യുക. റിബ് കേജ് എക്സ്പാൻഡ് ചെയ്യാൻ പറയുന്ന സമയത്ത് മിക്ക ആൾക്കാരും ചെസ്റ്റിലേക്കാണ് ബ്രീത്ത് ഇൻ പോവുക. ചെസ്റ്റ് അല്ല മൂവ്മെന്റ് വേണ്ടത്, റിബ് കേജ് ആണ്. അപ്പോൾ 2 കൈ ഇങ്ങനെ റിബ്സിൽ വെച്ചിട്ട് ആ ബ്രീതിങ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ബ്രീത്ത് ഇൻ 1 2 3 4 റിബ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ റിബ്സ് ഫ്രീ ആവണം. അപ്പൊ നമുക്കത് വലിയ രീതിയിൽ ഇങ്ങനെ വരില്ല, ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ആ മൂവ്മെന്റ് മനസ്സിലാവും. ചെസ്റ്റിലേക്ക് ബ്രീതിങ് പോവാതെ കോർ എൻഗേജ് ചെയ്ത് ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ എക്സ്പാൻഡ് യുവർ റിബ്സ് 1 2 3 4. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ റിബ്സ് ഫ്രീ ആയിട്ട് വിടുക. ഇനി കോർ എൻഗേജ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു മൂവ്മെന്റ്സ് ആഡ് ചെയ്ത് നോക്കാം. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് കാല് മെല്ലെ സ്ലൈഡ് ചെയ്യുക മുമ്പിലേക്ക്. കാലിന്റെ വിരല് ഫ്ലോറിൽ ടച്ച് ചെയ്യാൻ പറ്റുന്ന അത്ര മാത്രം മുമ്പിലേക്ക് പോയാൽ മതി. ബ്രീത്ത് ഔട്ട് ചെയ്യുക, കാല് തിരിച്ചു കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ ഓപ്പോസിറ്റ്, കാല് മെല്ലെ സ്ലൈഡ് ചെയ്യുക, എന്നിട്ട് സ്ലോ ആയിട്ട് ബ്രീത്ത് ഔട്ട് ഓപ്പോസിറ്റ്. ഇപ്പൊ 4 കൗണ്ട്സ് ബ്രീത്ത് ഇൻ, 10 കൗണ്ട്സ് ബ്രീത്ത് ഔട്ട് ആണെങ്കിൽ ബ്രീത്ത് ഇൻ എൻഗേജ് യുവർ കോർ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ റിബ്സ് എക്സ്പാൻഡ് ചെയ്യുക 4 കൗണ്ട്സ്. Breathe out, slowly come back. 1 2 3 4 5 6 7 8 9 10. ഇതിപ്പോ നമ്മൾ വെറുതെ എൻഗേജ്മെന്റ് ഇല്ലാതെ കാലിങ്ങനെ മൂവ് ചെയ്യാൻ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാനാണെങ്കിൽ അത് വളരെ ഈസിയാണ്. ഇത് എത്ര എണ്ണം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള കോർ എൻഗേജ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് വേറെ ആയിരിക്കും. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് മൂവ്മെന്റ് ട്രൈ ചെയ്യാം. ഫസ്റ്റ് ബ്രീത്ത് ഇൻ ചെയ്യാം, കൈ നേരെ വെച്ചു. ബ്രീത്ത് ഔട്ട് ചെയ്തു 1 2 3 4 5. ഇപ്പോഴൊക്കെ എൻഗേജ് കോർ. ഈ സമയത്ത് റിബ്സ് ഫ്രീ ആയിട്ട് വിടാം. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ റിബ്സ് എക്സ്പാൻഡ് ചെയ്യുക, കോർ എൻഗേജ് ചെയ്യുന്ന അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക.
ബ്രീത്ത് ഔട്ട്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും ഒക്കെ കോർ മസിൽസ് എൻഗേജ്ഡ് ആയിരിക്കണം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ റിബ്സ് എക്സ്പാൻഡ് ചെയ്യണം. ഇത്രയും കാര്യം ശ്രദ്ധിക്കും. ഓക്കെ, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ റിബ്സ് ഫ്രീ ആയിട്ട് വിടുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ റിബ്സ് എക്സ്പാൻഡ് ചെയ്യുക. അത് കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യമാണ്, എസ്പെഷ്യലി ഇൻ പിലാറ്റസ് ക്ലാസ്സസ്. നമ്മുടെ ബെലി സൈസ് ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സസിലും ഈ ഒരു ബ്രീതിങ് പാറ്റേൺ തന്നെ സ്റ്റാർട്ടിംഗ് ടു എൻഡ് വരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഒരു വീഡിയോ ആവശ്യമുള്ള ആളുകൾക്ക്, എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്യാം. സ്ട്രോങ് കോർ സ്ട്രോങ് വുമൻ സീരീസ് 3 നമുക്ക് വീണ്ടും കാണാം.